Download now. CC Learning app. Hi, welcome to CC Ignite. I am Revati Babu. അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് മോണ്ടിസോറി TTCയുമായി ബന്ധപ്പെട്ട് സൈക്കോളജിയിൽ നിന്ന് വേറൊരു ടോപ്പിക്കാണ്. നോക്കാൻ പോകുന്ന ടോപ്പിക് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പിയാഷെയുടെ ആണ്. ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് നമ്മളിത് നോക്കാൻ പോകുന്ന ടോപ്പിക്. അപ്പോ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് സ്റ്റേജസ് ഉണ്ടല്ലേ, 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്, 0 to 2 years. സെക്കൻഡ് സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 2 to 7 years. നെക്സ്റ്റ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 7 to 11 years. ലാസ്റ്റ് സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്, 11 yearsന് മുകളിലോട്ട്. അപ്പോ ജീൻ പിയാഷെയുടെ ഈ 4 സ്റ്റേജും കറക്റ്റ് ആയിട്ട് ഓർഡറിൽ പഠിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏജും, ഓരോ സ്റ്റേജിലും ഏത് ഏജിലാണ് വരുന്നത്, ഏത് ഏജ് ആണ് വരുന്നത്, ഇതെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സെൻസറി മോട്ടോർ സ്റ്റേജ് നോക്കാം. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്, സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years ആണ്. ഒരു കുഞ്ഞ് ജനിച്ച മുതല് 2 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് നമ്മൾ എപ്പോഴും സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. The sensory motor stage is the first stage in the theory of cognitive development proposed by Jean Piaget. During this stage, infants learn about the world through their senses and physical actions. അപ്പോ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സെൻസറി മോട്ടോർ സ്റ്റേജില് കുട്ടി എങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നത്? ദ സെൻസറി മോട്ടോർ സ്റ്റേജ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു പിയാഷെയുടെ സ്റ്റേജസിലെ ആദ്യത്തെ സ്റ്റേജ് ആണ് എന്ത്? സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് ജീൻ പിയാഷെയുടെ ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ജീൻ പിയാഷെയുടെ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ഇൻഫന്റ്സ് ലേൺ അബൌട്ട് ദ വേൾഡ് ത്രൂ ദെയർ സെൻസസ് ആൻഡ് ഫിസിക്കൽ ആക്ഷൻസ്. സെൻസസ് അതുപോലുള്ള ഫിസിക്കൽ സെൻസസ് അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ഷൻസിലൂടെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഓരോന്നും അറിയുന്നത്. ആ ഒരു പ്രായത്തില് സെൻസസും അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ഷൻസിലൂടെയുമാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ. ആ സമയത്ത് ഭാഷയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സെൻസസും അതുപോലെ ഫിസിക്കൽ ആക്ഷൻസുമാണ് അതിൽ വരുന്നത്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലേണിംഗ് ത്രൂ സെൻസസ് ആൻഡ് മൂവ്മെന്റ്സ്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സെൻസസിലൂടെയും മൂവ്മെന്റ്സ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ. ലേണിംഗ് ത്രൂ സെൻസസ് ആൻഡ് മൂവ്മെന്റ്സ്, പഠനം നടക്കുന്നത് സെൻസസിലൂടെയും മൂവ്മെന്റ്സിലൂടെയുമാണ്. ബേബീസ് എക്സ്പ്ലോർ ദ വേൾഡ് വാസ് സീയിങ്, ടച്ചിങ്, ടേസ്റ്റിംഗ്, ഹിയറിംഗ് ആൻഡ് മൂവിങ്. ഈ ഒരു രീതിയിലൊക്കെയാണ് എന്ത്? കുട്ടി ആദ്യത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്, അറിയുന്നതെല്ലാം സെൻസസ് അതുപോലെ മൂവ്മെന്റ്സിലൂടെയാണ്. സീയിങ്, ടച്ചിങ്, ടേസ്റ്റിംഗ്, ഹിയറിംഗ്, മൂവിങ്, ഇതിലൂടെ എല്ലാമാണ് കുട്ടികൾ ഓരോ കാര്യങ്ങളും അറിയുന്നത്. കാണുക, ടച്ച് ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക, കേൾക്കുക, മൂവ് ചെയ്യുക, ഇതിലൂടെ എല്ലാമാണ് കുട്ടിയുടെ പഠനം സാധ്യമാവുന്നത്. ആ സമയത്ത് എന്തില്ല? ആ സമയത്ത് കുട്ടിക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ആയിട്ടില്ല, കുട്ടി ഓടി നടക്കാറായിട്ടില്ല. ആ ഒരു സമയത്തുള്ള അവന്റെ ഡെവലപ്മെന്റ്സ് എല്ലാം നടക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ബേബീസ് എക്സ്പ്ലോർ ദ വേൾഡ് ബൈ സീയിങ്, ടച്ചിങ്, ടേസ്റ്റിംഗ്, ഹിയറിംഗ് ആൻഡ് മൂവിങ്. നെക്സ്റ്റ് ഒബ്ജക്ട് പെർമനൻസ് ആണ്. ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വസ്തുസ്ഥൈര്യമാണ്. വസ്തുസ്ഥൈര്യം എന്താണ്? ചിൽഡ്രൻ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒബ്ജക്ട്സ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ വെൻ ദേ കനോട്ട് ബി സീൻ. നമ്മള് കുട്ടീനെ കാണിക്കാതെ എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ വെച്ചിട്ട് ബാക്കിലോട്ടേക്ക് പിടിക്കില്ലേ? ആ ഒരു സമയത്ത് കുട്ടിക്ക് അറിയാം അത് എവിടേക്കോ മാച്ചു കളഞ്ഞു, എവിടേക്കോ മറച്ചു വെച്ചേക്കുവാണ് എന്നറിയാം. പക്ഷെ അവനത് എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ കുട്ടി അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ പുറകെ കൂടെ ഇങ്ങനെ നടന്ന് നമ്മുടെ കൈ പിടിച്ച് തുറന്നു നോക്കാൻ ശ്രമിക്കും. അതാണ് ഒബ്ജക്ട് പെർമനൻസ്. ഒരു സാധനം ഒരു കുട്ടിയുടെ മുമ്പിൽ ആദ്യം കാണിച്ചിട്ട് പിന്നീട് നമ്മൾ അത് ഒളിപ്പിച്ചു വെക്കുന്നു. ആ സമയത്ത് കുട്ടിക്ക് അറിയാം എന്ത്? ആ കാണിച്ച സാധനം ആളുടെ കയ്യിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ അമ്മയുടെ കയ്യിൽ തന്നെ ഉണ്ട്, ബാക്കിലോട്ടേക്ക് അല്ലെങ്കിൽ എവിടേക്കൊക്കെയോ അത് ഒളിപ്പിച്ചു വെച്ചേക്കാണ്, കയ്യിൽ മടക്കി വെച്ചേക്കാണ്, ചുരുട്ടി വെച്ചേക്കുവാണ്, കയ്യിലുണ്ട് എന്നുള്ള ധാരണ എവിടെയുണ്ട്? കുട്ടിക്കുണ്ട്. അതാണ് ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത്. വസ്തുസ്ഥൈര്യം. ഒരു സാധനം ഒളിപ്പിച്ചു വെക്കുമ്പോ കുട്ടിക്ക് അറിയാം അത് എവിടെയോ ഒളിപ്പിച്ചു വെച്ചേക്കുവാണ്, എനിക്കിപ്പോ കാണിച്ചു തന്ന ആ ഒരു ഒബ്ജക്റ്റ് എവിടെയോ ഉണ്ട്, അതിനു വേണ്ടി കുട്ടി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുട്ടി
ഓടി നടന്ന് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. ആ സാധനം അവിടെ എവിടെയോ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധം. ഒബ്ജക്ട് പെർമനൻസ് ഉള്ളത് ഏതൊരു കാലഘട്ടത്തിലാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ഒബ്ജക്ട് പെർമനൻസ് കാണുന്നത്. ചിൽഡ്രൻ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒബ്ജക്ട്സ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ വെൻ ദേ കനോട്ട് ബി സീൻ. അപ്പോ ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്ന വേർഡ് മറക്കരുത്. ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിലുള്ളതാണ്. അതുപോലെ തന്നെ ലേണിംഗ് സെൻസസിലൂടെയും മൂവ്മെന്റ്സിലൂടെയും എല്ലാമാണ് ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നത്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് അല്ലെ? നമ്മൾ ഒന്ന് ട്രയൽ പോകും, അത് കഴിഞ്ഞിട്ട് അത് ശരിയാവൂല, എറർ വരും, വീണ്ടും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കും, വീണ്ടും എറർ വരും, പിന്നെ ചെയ്യുമ്പോഴാണ് അത് സക്സസ് ആവുന്നത്. അതുപോലെ തന്നെയാണ് കുട്ടിയുടെ പഠനവും സംഭവിക്കുന്നത്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ്. ബേബീസ് ലേൺ ബൈ റിപ്പീറ്റിംഗ് ആക്ഷൻസ് ആൻഡ് ഒബ്സർവിംഗ് റിസൾട്ട് അല്ലെ? റിപ്പീറ്റ് ചെയ്യുന്നു, ആക്ഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് എന്താണെന്ന് കുട്ടി മനസ്സിലാക്കാണ്. ആദ്യം വരുന്ന റിസൾട്ട് എല്ലാം എന്താണ്? ഫെയിൽ ആണെങ്കിൽ അതൊരു സക്സസ് ആവുന്നതിലേക്ക് വീണ്ടും കുട്ടി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് ലാസ്റ്റ് സക്സസ് ആവും. ആ റിസൾട്ടും അവൻ നോക്കിക്കാണുകയാണ്. അപ്പൊ അവൻ അതിലൂടെ പഠിക്കുകയാണ്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് നടക്കുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജില്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ആകുന്നു. ഗ്രാജുവൽ ഡെവലപ്മെന്റ് ഓഫ് ഗ്രാസ്പിംഗ്, ക്രൗളിംഗ് ആൻഡ് വാക്കിംഗ്, ഇതെല്ലാം തന്നെ ഇതുപോലുള്ള മോട്ടോർ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ആവുകയാണ് സെൻസറി മോട്ടോർ സ്റ്റേജില്. നെക്സ്റ്റ് ബിഗിനിങ് ഓഫ് ഗോൾ ആണ്. ഡയറക്റ്റഡ് ആക്ഷൻസ്. ബേബി സ്റ്റാർട്ട് പെർഫോമിംഗ് ആക്ഷൻ ഇന്റൻഷ്യലി ടു അച്ചീവ് എ ഗോൾ. ഒരു ഗോളിലേക്ക് എത്താൻ, അച്ചീവ്മെന്റിലേക്ക് അല്ലെ, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു ടൈം എല്ലാം ആ ഒരു കാലഘട്ടത്തില് ആ ഒരു സമയത്തില് എന്താണ്? ഒരു അച്ചീവ്മെന്റിലേക്ക്, തന്റെ ഗോളിലേക്കെല്ലാം കുട്ടി എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അപ്പോ ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽ, ബിഗിനിങ് ഓഫ് ഗോൾ, അതുപോലെ തന്നെ ലേണിംഗ് ത്രൂ സെൻസസ് ആൻഡ് മൂവ്മെന്റ്, ഒബ്ജക്ട് പെർമനൻസ്. ഇതിൽ ഒട്ടും നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വേർഡാണ് ഒബ്ജക്ട് പെർമനൻസ്. വസ്തു സ്ഥൈര്യം എന്ന് പറയുന്നത് ഒബ്ജക്ട് പെർമനൻസ് വരുന്നത്. വൺ വേർഡ് ചോദിക്കുവാണെങ്കിൽ തന്നെ മനസ്സിലാക്കണം, സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ഒബ്ജക്ട് പെർമനൻസ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് നോക്കാം. നെക്സ്റ്റ് സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 2 to 7 years ആണ് അവിടെ ഏജ് വരുന്നത്. The pre-operational stage is the second stage in the theory of cognitive development proposed by Jean Piaget. During this stage, children begin to use symbols, language and imagination, but their thinking is still not logical. ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് കുട്ടി എത്തൂല. കുട്ടി ഒരുപാട് കാര്യം ചിന്തിക്കും, പക്ഷെ അതെല്ലാം ലോജിക്കലി കറക്റ്റ് ആവണമെന്നില്ല. സിമ്പിൾസ്, ലാംഗ്വേജ്, ഇമാജിനേഷൻ, ഇതൊക്കെ ഇവിടെ ഡെവലപ്പ് ആവുകയാണ്. കുട്ടി തിങ്കിങ്ങിലൂടെ, സിമ്പിൾസിലൂടെ, ഇമാജിനേഷനിലൂടെ എല്ലാം എന്ത് ചെയ്യുന്നു? പഠിക്കുവാണ്. ആ സമയത്തും ലാംഗ്വേജിലേക്ക് എത്തിയിട്ടില്ല. എന്താണ് ലാംഗ്വേജ് ചിന്തിക്കുന്നുണ്ട് കുട്ടി, പക്ഷെ അത് ഒരു ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് ആകണമെന്നില്ല. ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റേജിലേക്കായിരിക്കും വരുന്നത്. ഈ ഒരു ടൈമിൽ സിമ്പിൾസ്, ലാംഗ്വേജ് ആൻഡ് ഇമാജിനേഷൻ, ബട്ട് ദെയർ തിങ്കിങ് ഈസ് സ്റ്റിൽ നോട്ട് ലോജിക്കൽ. ലോജിക്കലി കറക്റ്റ് ആവണമെന്നില്ല, പക്ഷെ കുട്ടി സിമ്പിൾസിലൂടെയും അവന്റെ അറിവിലുള്ള ലാംഗ്വേജിലൂടെയും ഇമാജിനേഷനിലൂടെ എല്ലാം പഠനം സാധ്യമാക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ചിൽഡ്രൻ ബിഗിൻ ടു യൂസ് സിമ്പിൾസ്. അപ്പൊ ഇത് ഓർത്ത് വെക്കണം. സിമ്പിൾസ്, ഈ ഒരു സ്റ്റേജിലാണ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്. അവന്റെ കയ്യിലുള്ള ആ ഒരു ലാംഗ്വേജ് അവൻ യൂസ് ചെയ്യുന്നു, ഇമാജിൻ ചെയ്യുന്നു, പക്ഷേ ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് എത്തിയിട്ടില്ല. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സിംബോളിക് തിങ്കിങ് ആണ്. ചിൽഡ്രൻ യൂസ് സിമ്പിൾസ് ഓർ ഒബ്ജക്ട്സ് ടു റെപ്രസെന്റ് സംതിങ് എൽസ്. ചിൽഡ്രൻ യൂസ് സിമ്പിൾസ് ഓർ ഒബ്ജക്ട്സ് ടു റെപ്രസെന്റ് സംതിങ് എൽസ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, കുട്ടിക്ക് അറിയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യുന്നു? സിമ്പിൾസിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റിലൂടെയോ റെപ്രസെന്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ഒരു കുട്ടിയുടെ കയ്യില് ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് അവൻ ഒരു ഫോണായിട്ട് ഉപയോഗിക്കും. ഫോൺ വിളിക്കാനൊന്നും പറ്റില്ല, പക്ഷെ എന്താണ്? ആക്ട് ചെയ്യാണ്, ഇമാജിൻ ചെയ്യാണല്ലേ. ഫോൺ വിളിക്കുന്നത് പോലെയൊക്കെ, സ്വിച്ചൊക്കെ ഉള്ളത് പോലെയൊക്കെ ഞെക്കുക, ഫോൺ യൂസ് ചെയ്യുന്നത് പോലെ ആ ബോക്സ് നമ്മള് പഠിക്കാൻ ഉപയോഗിക്കുന്ന ബോക്സ് ആയിരിക്കും. ആ ബോക്സ് അവൻ ഫോണായിട്ട് യൂസ് ചെയ്യാണ്, റെപ്രസെന്റ് ചെയ്യാണ്. എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിക്കോട്ടെ, ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഒരു സാധനം അവന്റെ മനസ്സിലുള്ള ഒന്നായിട്ട് അവൻ റെപ്രസെന്റ് ചെയ്യും.
അപ്പൊ ആ ഫോണിനെ ബോക്സ് ആയിട്ട് ആ ബോക്സ് ഫോണായിട്ട് കാണുന്നത് പോലെ, അതുപോലെ നമ്മൾ കണ്ടിട്ടില്ലേ കയ്യിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പിടിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്നത് പോലെയൊക്കെ പോകുന്നത്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ഉണ്ട്, യൂസിങ് എ സ്റ്റിക്ക് ആസ് എ ടോയ് കാർ. യൂസിങ് എ സ്റ്റിക്ക് ആസ് എ ടോയ് കാർ, ഇതൊരു എക്സാമ്പിൾ ആണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. സിംബോളിക് തിങ്കിങ് ആണ്. ഒരു സിമ്പൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് കുട്ടി എന്തെങ്കിലും ഒന്ന് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് കരുതി ആ കാര്യം കറക്റ്റ് ആവണമെന്നില്ല. കുട്ടിയുടെ മനസ്സിലുള്ള കാര്യം കുട്ടിയുടെ കയ്യിലുള്ളത് വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണ് അവിടെ. അതാണ് സിംബോളിക് തിങ്കിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് യൂസിങ് എ സ്റ്റിക്ക് ആസ് എ ടോയ് കാർ എന്ന് പറയുന്നത്. ഈഗോ സെൻട്രിസം ഇവിടെ ഈ ഒരു സ്റ്റേജിലുള്ളതാണ്. ഈഗോ സെൻട്രിസം, നമ്മൾ ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറഞ്ഞതുപോലെ ഈഗോ സെൻട്രിസം വരുന്നത് ഇവിടെയാണ്. ചിൽഡ്രൻ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദി വ്യൂ പോയിന്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വ്യൂ പോയിന്റ് കുട്ടി മനസ്സിലാക്കണമെന്നില്ല. കുട്ടിക്ക് എന്തുണ്ട്, സ്വന്തമായിട്ട് ഒരു ഇതുണ്ട്. എന്ത്, ഈഗോ സെൻട്രിക് ആയിരിക്കും. അപ്പൊ കുട്ടിക്ക് സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം വാശി, സ്വന്തം ഇഷ്ടം, ഇതെല്ലാം ആയിരിക്കും അപ്പൊ കണക്കിലെടുക്കുന്നത്. മറ്റുള്ളവർ പറയുന്ന വ്യൂ പോയിന്റ്സ് കാണാനുള്ള ഒരു മനോഭാവം കുട്ടിക്ക് ആ സമയത്ത് ഉണ്ടാകില്ല ആ ഒരു സ്റ്റേജില്. Children find it difficult to understand the viewpoint of others. Next ആണ് animism. Animism, children believe that non-living things have life or feelings. എന്താണ് നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡോളിനെ എടുക്കാം, ഒരു പാവ. ആ പാവയ്ക്ക് എന്തുണ്ടെന്നാണ് വിചാരിക്കുന്നത്, ഒരു ലൈഫ് അല്ലെങ്കിൽ ഫീലിങ്സ് അതിനുമുണ്ടെന്ന് കുട്ടി മനസ്സിലാക്കാണ്. നോൺ ലിവിങ് തിങ്സ്, ഒരു പാവയെ കുട്ടിക്ക് കിട്ടുമ്പോ അതിന് ശരിക്കും ഒറിജിനൽ ഒരു കുട്ടിയായിട്ട് അങ്ങോട്ട് സങ്കല്പിച്ച് അതിനെ ഉറക്കുന്നു, പാട്ട് പാടുന്നു, ഭക്ഷണം കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങളും കുട്ടി ചെയ്യാണല്ലോ. അതാണ് അനിമിസം എന്ന് പറയുന്നത്. ചിൽഡ്രൻ ബിലീവ് ദാറ്റ് നോൺ ലിവിങ് തിങ്സ് ഹാവ് ലൈഫ് ഓർ ഫീലിങ്സ്. അതിനും എന്തുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ള രീതിയിൽ കുട്ടി ട്രീറ്റ് ചെയ്യാണ്. ജീവനില്ലാത്ത വസ്തുവായിരിക്കും, പക്ഷെ ആ വസ്തുവിനെ കുട്ടി ജീവനുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതിനാണ് ആനിമിസം എന്ന് പറയുന്നത്. ആനിമിസോ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നതാണ്. അതൊന്നും മറക്കരുത്. ഈ ഒരു വേർഡ് ഈഗോ സെൻട്രിസം, ആനിമിസം, സിംബോളിക് തിങ്കിങ്, ഇതൊന്നും മറന്നു പോകരുത്. ഇതൊക്കെ ഏത് സ്റ്റേജിലാണെന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ആനിമിസം എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ് വരുന്നത്. ജീവനില്ലാത്തൊരു വസ്തുവിനെ കുട്ടി ജീവൻ ഉള്ളതായി ചിത്രീകരിക്കുകയാണ്. അതാണ് ആനിമിസം. എക്സാമ്പിൾ, തിങ്കിങ് ദ മൂൺ ഈസ് ഫോളോവിങ് ദം. തിങ്കിങ് ദി മൂൺ ഈസ് ഫോളോവിങ് ദം, അല്ലെ? നമ്മള് പറയും അമ്പിളിമാമൻ എന്റെ കൂടെ ഇങ്ങനെ നടന്നു വരുവാണെന്ന്. നമ്മൾ രാത്രിയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ വരുന്നത് പോലെ തോന്നൂലേ? സത്യത്തിൽ അത് സംഭവിക്കുന്നില്ല. പക്ഷെ നമ്മൾ കുട്ടികൾ അങ്ങനെ ചിന്തിക്കുവാണ്. നമ്മളാണെങ്കിലും കുട്ടിയായിരുന്ന സമയത്ത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്ത്, തിങ്കിങ് ദ മൂൺ ഈസ് ഫോളോവിങ് ദം, നമ്മുടെ കൂടെ, നമ്മൾ നടക്കുന്നതിന് കൂടെ ഇങ്ങനെ മൂണും കൂടി വരികയാണ് എന്നുള്ള ഒരു ചിന്ത. അതാണ് ഇവിടെ സംഭവിക്കുന്നത്, ആനിമിസം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സെൻട്രേഷൻ എന്ന് പറയുന്നത്. സെൻട്രേഷൻ, ചിൽഡ്രൻ ഫോക്കസ് ഓൺ ഓൺലി വൺ ആസ്പെക്ട് ഓഫ് എ സിറ്റുവേഷൻ അറ്റ് എ ടൈം. കുട്ടിക്ക് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ടൈം, അത് തന്നെയായിരിക്കും ഏറ്റവും വലുത്. ആ സമയത്ത് കുട്ടിക്ക് ഏത് രീതിയിലാണോ ഇമോഷൻസ് വരുന്നത് അതായിരിക്കും അവിടെ കുട്ടിക്ക് മെയിൻ ആയിട്ടുള്ളത്. അല്ലാതെ ചിൽഡ്രൻ ഫോക്കസ് ഓൺ ഓൺലി വൺ ആസ്പെക്ട് ഓഫ് എ സിറ്റുവേഷൻ അറ്റ് എ ടൈം. എല്ലാ തരത്തിലുള്ള മനോഭാവം അല്ലെങ്കിൽ ഇമോഷൻസ് കുട്ടിക്ക് ഉണ്ടാകുമോ? ഇല്ല. കുട്ടിക്ക് ആ സമയത്ത് എന്ത് തോന്നുന്നോ ആ സമയത്ത് കരയാൻ തോന്നുകയാണ്. അവൻ ആ സിറ്റുവേഷനിൽ, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, അവിടെ ഇങ്ങനെ പെരുമാറണം എന്നൊന്നും വിചാരിച്ചിട്ടല്ലായിരിക്കും. അതാണ് പറയുന്നത് സെൻട്രേഷൻ. സെൻട്രേഷൻ ഉള്ളത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലായിരിക്കും. നെക്സ്റ്റ് ലാക്ക് ഓഫ് കൺസർവേഷൻ ആണ്. ലാക്ക് ഓഫ് കൺസർവേഷൻ, ചിൽഡ്രൻ cannot understand that quantity remains the same even when the shape changes. ലാക്ക് ഓഫ് കൺസർവേഷൻ ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ. ലാക്ക് ഓഫ് കൺസർവേഷൻ എന്താണ്? ചിൽഡ്രൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്വാണ്ടിറ്റി. ഇപ്പൊ നമ്മള് ഒരേ അളവിൽ പാലെടുത്തേക്കാന്ന് വിചാരിക്കുക. 2 കപ്പിൽ ഒഴിച്ചു. ഒരു കപ്പ് വലുതും ഒരു കപ്പ് ചെറുതുമാണ്. പക്ഷെ പാലിന്റെ അളവ് സെയിം ആണ്. പക്ഷെ കുട്ടി എന്താണ്, കപ്പിന്റെ ഷേപ്പാണ് നോക്കുന്നത്. വലിയ കപ്പിലുള്ളത് കൂടുതൽ പാല്, ചെറിയ കപ്പിലുള്ളത് കുറച്ച് പാലാണെന്ന് കുട്ടി ചിന്തിക്കുവാണ്. എത്ര പ്രാവശ്യം നമ്മൾ അതിൽ രണ്ടിലും ഒരേ അളവാന്ന് പറഞ്ഞു കൊടുത്താലും എന്ത് ചെയ്യും, കുട്ടിക്ക് അത് മനസ്സിലാവില്ല. കുട്ടി ഏറ്റവും വലിയ കപ്പ് തന്നെ എടുക്കും. അതാണ് എന്ത്, ലാക്ക് ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ചിൽഡ്രൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്വാണ്ടിറ്റി, അളവ്, ക്വാണ്ടിറ്റി റിമൈൻസ് ദ സെയിം ഈവൻ വെൻ ദി ഷേപ്പ് ചേഞ്ചസ്. ഷേപ്പ് ചേഞ്ച് ചെയ്തതിനനുസരിച്ച് കുട്ടിക്ക് അതിൽ അളവ് മാറുന്നില്ല അല്ലെങ്കിൽ മാറുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ഫോക്കസ് എന്ത് വരുന്നില്ല, കുട്ടിക്ക് ആ രീതിയിലുള്ള ഒരു മനോഭാവം കിട്ടുന്നില്ല. അവിടെ കുട്ടി കപ്പ് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, അതിലെ അളവ് കുട്ടി ചിന്തിക്കുന്നില്ല. അതാണ് ലാക്ക് ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 7 to 11 ഇയേഴ്സ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ദ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഈസ് ദ തേർഡ് സ്റ്റേജ് ഇൻ ദി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി പ്രൊപ്പോസ്ഡ് ബൈ ജീൻ പിയാഷെ. ഇൻ ദിസ് സ്റ്റേജ് ചിൽഡ്രൻ begin to think logically about concrete objects and events. ഇവിടെ കുട്ടി ലോജിക്കലി ഓരോ കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. തേർഡ് സ്റ്റേജ് ആണിത്. ഇതിൽ കുട്ടി എന്ത് ചെയ്യുന്നു? ലോജിക്കലി തിങ്ക് ചെയ്യാണ്. ഇതിന് മുന്നേ കുട്ടി ചിന്തിക്കുന്നുണ്ട്, അവന് ഇമാജിനേഷൻ ഉണ്ട്, സിമ്പിൾസിലൂടെയും ലാംഗ്വേജിലൂടെയും എല്ലാം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ലോജിക്കലി കറക്റ്റ് ആവണമെന്നില്ല. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് കുട്ടി എത്തുവാണ്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലോജിക്കൽ തിങ്കിങ്. ഫസ്റ്റ് പോയിന്റ് തന്നെ ലോജിക്കൽ തിങ്കിങ് ആണ്. ചിൽഡ്രൻ സ്റ്റാർട്ട് യൂസിങ് ലോജിക്കൽ തിങ്കിങ് ടു സോൾവ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു റിയൽ ഒബ്ജക്ട്സ്. അല്ലെ, ശരിയായ രീതിയിൽ കുട്ടി പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. പ്രോബ്ലംസ് റിലേറ്റഡ് ടു റിയൽ ഒബ്ജക്ട്സ് സ്റ്റാർട്ട് ചെയ്യാണ് അവൻ. ലോജിക്കലി തിങ്ക് ചെയ്യാൻ, പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ അവിടെ എത്തിപ്പെട്ടേക്കാണ്, അവിടേക്ക് എത്തിയേക്കാണ് കുട്ടി. കൺസർവേഷൻ, നമ്മൾ അവിടെ ലാക്ക് ഓഫ് കൺസർവേഷൻ ആയിരുന്നല്ലേ. ക്വാണ്ടിറ്റി അറിയാതെ കുട്ടി എന്ത് ചെയ്യുന്നു? ഷേപ്സിലേക്ക് വരുന്ന രീതിയിൽ, ഷേപ്സ് മാത്രം, കപ്പിന്റെ ഷേപ്പ് അല്ലെങ്കിൽ കപ്പിന്റെ വലുപ്പം മാത്രം കുട്ടി ശ്രദ്ധിക്കുന്ന രീതിയിൽ നിന്ന് മാറി ഇവിടെ കൺസർവേഷൻ ആണ്. ലാക്ക് ഓഫ് കൺസർവേഷനിൽ നിന്ന് കൺസർവേഷനിലേക്ക് വരുമ്പോൾ ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്വാണ്ടിറ്റി റിമെയിൻസ് ദ സെയിം ഈവൻ ഇഫ് ദി ഷേപ്സ് ഓർ അപ്പിയറൻസ് ചേഞ്ചസ്. അപ്പോ അപ്പിയറൻസോ അല്ലെങ്കിൽ ഷേപ്പോ കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. അതിലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതിൽ മാറ്റം വരുന്നില്ല. ഷേപ്സിലോ അല്ലെങ്കിൽ കാണുന്ന കാഴ്ചയിലോ അല്ല എന്നുള്ളതിലേക്ക് കുട്ടി എത്തുവാണ്. ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്വാണ്ടിറ്റി റിമെയിൻസ് ദ സെയിം ഈവൻ ഇഫ് ദി ഷേപ്സ് ഓഫ് അപ്പിയറൻസ് ചേഞ്ചസ്. അപ്പോ ഈ ഒരു സ്റ്റേജിലാണ് ലോജിക്കൽ തിങ്കിങ് വരുന്നത്, കൺസർവേഷനിലേക്ക് എത്തുന്നത്. ഇത് തേർഡ് സ്റ്റേജ് ആണ്. ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെ ക്ലാസിഫിക്കേഷൻ വരുന്നു. എബിലിറ്റി ടു ഗ്രൂപ്പ് ഒബ്ജക്ട്സ് ബേസ്ഡ് ഓൺ കോമൺ ഫീച്ചേഴ്സ്. എക്സാമ്പിൾ സോർട്ടിംഗ് ആനിമൽസ്, ഫ്രൂട്ട്സ് ആൻഡ് ടോയ്സ് ഇൻടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. തരം തിരിക്കൽ, അല്ലെ, തരം തിരിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. തരം തിരിക്കൽ, കുട്ടി തരം തിരിക്കാൻ പഠിക്കുകയാണ്. രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ, ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാണല്ലേ. ഓരോ വസ്തുക്കൾ, ഇന്ന സാധനങ്ങൾ ഒരു ഗ്രൂപ്പിൽ വരുന്നു, ഇന്ന സാധനങ്ങൾ ഒരു ഗ്രൂപ്പിൽ വരുന്നു. അങ്ങനെ ഗ്രൂപ്പ് തരം തിരിക്കാൻ ക്ലാസിഫിക്കേഷനിലേക്ക് എത്തുന്നത് തേർഡ് സ്റ്റേജിലാണ്. ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് സെറിയേഷൻ ആണ്. എബിലിറ്റി ടു അറേഞ്ച് ഒബ്ജക്ട്സ് ഇൻ ദി ഓർഡർ. എന്ത് ഓർഡർ ആണ്? സ്മോൾ ടു ബിഗ്, ഷോർട്ട് ടു ടോള് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്, കുറഞ്ഞ ഉയരത്തിൽ നിന്ന് കൂടിയ ഉയരത്തിലേക്ക് തുടങ്ങിയ രീതിയിൽ കുട്ടി എന്ത് ചെയ്യാണ്? എബിലിറ്റി ടു അറേഞ്ച് ഒബ്ജക്ട്സ് ഇൻ ഓർഡർ, അല്ലെ, അറേഞ്ച് ചെയ്യാൻ പഠിക്കുകയാണ്. നെക്സ്റ്റ് ലെസ് ഈഗോസെൻട്രിസം. ഇവിടെ ലെസ് ഈഗോസെൻട്രിസം ആണ്. ചിൽഡ്രൻ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് അതർ പീപ്പിൾസ് വ്യൂ പോയിന്റ്സ്. മറ്റുള്ള ആളുകളുടെ വ്യൂ പോയിന്റ് കൂടി കുട്ടി കണക്കിലെടുക്കാൻ പഠിക്കുന്നു. ഞാൻ പറയുന്നത് മാത്രമല്ല ശരി, എന്റെ ശരികൾ മാത്രമല്ല, ഞാൻ വിചാരിക്കുന്ന രീതിയിലല്ല, മറ്റുള്ളവർ പറയണം കൂടി കുറച്ചുകൂടി കേൾക്കണം. അവര് പറയുന്നതിലും കാര്യം ഉണ്ടായിരിക്കില്ലേ, അവരുടെയും കൂടി പോയിന്റ്സ് കൺസിഡർ ചെയ്യാൻ കുട്ടി എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണ്. അതാണ് ലെസ് ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്. ഇത് തേർഡ് സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഓരോ പോയിന്റ്സും കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം, പഠിക്കണം. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. 11 ഇയേഴ്സ് എബോവ് ആണ്. 11 വയസ്സിന് മുകളിലോട്ടേക്കാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത്. The formal operational stage is the fourth and final stage in the theory of cognitive development proposed by Jean Piaget. In this stage, individual development ആണ്. Individuals develop the ability to think abstractly and logically. ഇവിടെ ശരിയായ രീതിയിൽ കുട്ടി ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് എത്തിയേക്കുവാണ്. ലാസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പൊ കുട്ടിക്ക് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ഇവിടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. കുട്ടിക്ക് ഉണ്ടാകുന്നത് ഈ സ്റ്റേജിലൂടെ അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്. എബിലിറ്റി ടു തിങ്ക് അബൌട്ട് ഐഡിയാസ്, കോൺസെപ്റ്റ്സ് ആൻഡ് പോസിബിലിറ്റീസ് ദാറ്റ് ആർ നോട്ട് ഡയറക്ട്ലി സീൻ. എന്താണ് നോട്ട് ഡയറക്ട്ലി സീൻ? അപ്പൊ നമ്മൾ കാണാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് കുട്ടിക്ക് മുൻധാരണകള്, കണ്ടിട്ടില്ലാത്ത വസ്തുതകള്, കാണാത്ത കാര്യങ്ങള്, ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ, പഠിക്കാൻ, അതിനെ കുറിച്ചിട്ടുള്ള ധാരണകളും കാര്യങ്ങളും എല്ലാം കുട്ടിയുടെ മനസ്സിൽ ഈ ഒരു ടൈമിൽ ഉണ്ട്. കണ്ട കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കൂ എന്നുള്ളതല്ല. ഇപ്പൊ സയൻസ് ഒക്കെ പറയുന്നത് പോലെ നമ്മൾ എന്താണ്
കാണാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടും ചിന്തിക്കാൻ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, പഠിക്കാൻ, എബിലിറ്റി ടു തിങ്ക് അബൌട്ട് ഐഡിയാസ്, കോൺസെപ്റ്റ്സ് ആൻഡ് പോസിബിലിറ്റീസ് ദാറ്റ് ആർ നോട്ട് ഡയറക്ട്ലി സീൻ. നെക്സ്റ്റ് ആണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു യൂസ് ലോജിക് ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ്. ലോജിക് റീസണിങ് ആണ്. ലോജിക് ആയിട്ടേ കുട്ടി അവിടെ പെരുമാറൂ. എബിലിറ്റി ടു യൂസ് ലോജിക് ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ്. പ്രോബ്ലം സോൾവിംഗ് തന്നെയാണ് നടക്കുന്നത്. ഹൈപ്പോതെറ്റിക്കൽ തിങ്കിങ് ആണ് നെക്സ്റ്റ്. എബിലിറ്റി ടു തിങ്ക് അബൌട്ട് വാട്ട് ഇഫ് എന്ന് കുട്ടി ചിന്തിക്കുവാണ്. സിറ്റുവേഷൻസ് ആൻഡ് പോസിബിൾ ഔട്ട്കംസ് അല്ലെ. ഇങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ചിന്ത കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. എബിലിറ്റി ടു തിങ്ക് അബൌട്ട് വാട്ട് ഇഫ്, സിറ്റുവേഷൻസ് ആൻഡ് പോസിബിൾ ഔട്ട്കംസ്. അപ്പോ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പ്രോബ്ലം സോൾവിംഗ് വരുന്നുണ്ട്. ക്യാൻ പ്ലാൻ ആൻഡ് സോൾവ് സയന്റിഫിക് ഓർ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സിസ്റ്റമാറ്റിക്കലി കുട്ടി പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണ്. കുട്ടിയുടെ മനസ്സിൽ എന്തുണ്ട്? അത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കുട്ടിയുടെ മനസ്സിലുണ്ട്. അത് ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ടാണ് കുട്ടി ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഫ്യൂച്ചർ തിങ്കിങ്. ഫസ്റ്റ് സ്റ്റേജിലോ സെക്കൻഡ് സ്റ്റേജിലോ തേർഡ് സ്റ്റേജിലോ ഒന്നും കുട്ടി ഫ്യൂച്ചറിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നില്ല. ആ സമയത്ത് കുട്ടിയുടെ ആ ഒരു ടൈം അല്ലെ, ആ ഒരു ടൈമിൽ അവൻ സ്കൂളിൽ പോകുന്നു, സന്തോഷത്തോടെ തിരിച്ചു വരുന്നു, പഠിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. അതിനുശേഷം ഇനി ഒരു മുന്നോട്ടേക്ക് പോകുമ്പോ ഇപ്പൊ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ, ജോലി, കുട്ടികൾ, കുടുംബം, കുട്ടികൾ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കൂലോ. ഇനി മുന്നോട്ടേക്ക് ഞാൻ ഇനി വലുതായിക്കൊണ്ടിരിക്കുവാണ്, എനിക്കിനി ജോലിയൊക്കെ മേടിക്കണം, വീട്ടുകാരെയൊക്കെ നോക്കണം. നമ്മളുടെ ആ ഒരു ഫ്യൂച്ചർ തിങ്കിങ് വരുന്നത് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ്. ഫ്യൂച്ചർ തിങ്കിങ്, എബിലിറ്റി ടു തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ പ്ലാൻസ്, ഗോൾസ് ആൻഡ് കോൺസിക്വൻസസ്. ഇതെല്ലാം വരുന്നത് എവിടെയാണ്? ഫ്യൂച്ചർ തിങ്കിങ്ങിലാണ്. അപ്പോ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എന്താണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. ജീൻ പിയാഷയുടെ 4 സ്റ്റേജ് ആണ് ഉള്ളത്. സെൻസറി മോട്ടോർ സ്റ്റേജ് തുടങ്ങി നമ്മളിപ്പോ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയേക്കുവാണ്. നിങ്ങളിത് പഠിക്കാൻ വേണ്ടിയിട്ട് SPCF എന്ന് ഓർത്ത് വെച്ചാൽ മതി. SPCF എന്ന് പറയുമ്പോ SPCF സെൻസറി മോട്ടോർ സ്റ്റേജ്, അതുപോലെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ സ്റ്റേജ്. ഈ SPCF എന്നീ 3 ലെറ്റേഴ്സ് ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ കറക്റ്റ് ആയിട്ട് ഈ ഒരു സ്റ്റേജസ് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന്റെ കൂടെ ഏജും കൂടി പഠിച്ചു വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ അടിപൊളിയായിട്ട് എഴുതുക. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയൊരു ടോപ്പിക് ആയിട്ട്. താങ്ക്